ഇന്ന് ഞാൻ അടുക്കളത്തോട്ടത്തിലോട്ട് വന്നാക്കിയിട്ട് അടുക്കളത്തോട്ടത്തിൽ ഇന്ന് അച്ചിങ്ങ എടുക്കുകയാണ്, പയറോരേന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് രാവിലെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വന്നിട്ട് നമ്മുടെ മുളകും വഴുതനങ്ങയൊക്കെ ഒന്ന് ഗ്രോ ബാഗിലോട്ട് വെച്ചിരുന്നതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്താണ് ഇത് ഞാൻ ഈ പയറിങ്ങനെ പിരിച്ചാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് പിരിച്ചെടുക്കാണ്ട് അത് ഒടിച്ചെടുക്കാൻ പറഞ്ഞു എന്നോട്. പിന്നെ ഞാനത് ഒടിച്ചെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഒടിച്ചെടുത്താൽ പെട്ടെന്ന് കിട്ടുമായിരുന്നത്. ഞാനതിൽ ഒരേന്ന് ഇങ്ങനെ എടുത്ത് ഈ പയർ ഞാൻ ഇന്ന് തന്നെ അപ്പം തന്നെ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അതിങ്ങനെ ഒടിച്ചെടുത്താൽ മതി ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കോവക്ക ഉണ്ടായിരുന്ന കോവക്ക എടുത്ത്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ഇതുപോലെ ഇത് ഇങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത്. 10 നമുക്ക് എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ കോവയ്ക്ക് ഇങ്ങനെ നുള്ളി എടുക്കുമ്പോൾ, കാരണം നമുക്ക് എല്ലാ ദിവസവും കിട്ടുമല്ലോ ഇത് ഇങ്ങനെ. അതുകൊണ്ട് പിന്നെ ഈ പച്ചക്കാന്താരി അല്ല വെള്ളക്കാന്താരി, ഇത് മണ്ണത്തിൽ നിട്ടിയ ഇതും നുള്ളിയെടുക്കുകയാണ്. കാരണം നമുക്ക് പഴുത്തത് നോക്കിയാണ് അതിനെടുക്കണത്. കാരണം കുറച്ച് നുള്ളി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് വില കുത്തിച്ചതക്കണയിൽ ഇടാനായിട്ട് ഞാനെടുത്ത് ഉണക്കാനാണ്. എടുത്തത് മാത്രം എടുത്ത് ഉണക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണക്കമുളകിൻ്റെ ചന്തയിൽ നിന്ന് മേടിക്കണ്ടല്ലോ, ചന്തയിൽ നിന്ന് മേടിക്കുന്ന ഉണക്കമുളകിന് നിറച്ച് പൊടിയായിരിക്കുള്ളൂ. പിന്നെ ഈ പച്ചക്കാന്താരിയും അതിൻ്റെ പച്ചമുളകിൻ്റെ പഴുത്തതും ഇതൊക്കെ എടുക്കുന്നുണ്ട്. ചന്തയിൽ വാങ്ങിക്കുന്ന മുളക് മേടിച്ചിട്ട് കഴുകിയെടുത്താലും അതിൻ്റെ ഉള്ളിൽ വീണ്ടും എന്തോ ഉണങ്ങിയിരിക്കുന്ന കൂട്ടൊക്കെ തോന്നും. പിന്നെ ഇത് ഈ തക്കാളിയും എടുക്കുന്നുണ്ട്. തക്കാളി 2-3 ഉണ്ടായിരുന്നു. അതെടുത്ത് അങ്ങനെ ഇന്നത്തെ വിളവെടുപ്പാണ് ഇതൊക്കെ. പച്ചമുളകുണ്ട്, തക്കാളിയുണ്ട്, പയറുണ്ട്, കോവക്ക. നമ്മുടെ ഒരു ചെറിയ കറിക്കുള്ള പച്ചക്കറി ഇന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്പരത്തി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. കുറേ നാൾ പൂവുണ്ടായിക്കണേന്ന് ഇപ്പോൾ കുറേ പൂവായി. നല്ല കളറാണ് ഇതിന്. പിന്നെ നമ്മുടെ ബോഗൺവില്ല പൂവിട്ട് തന്നെ ഉണ്ട്. ഇതുമ്മയൊക്കെ എപ്പോഴും ചുവന്ന പൂവ് തന്നെയാണ് എൻ്റെ എപ്പിഷ്യമ്മൊക്കെ. ഇത് എപ്പോഴും കാണിക്കണ കൊങ്ങിണിപ്പൂ നിറച്ച് പൂവാണ് ഉമ്മ. പിന്നെ അലക്കണ കല്ലുമ്മ എനിക്ക് അലക്കുമ്പോൾ കാണാൻ വെച്ചേക്കണ റോസ പൂവിട്ടിട്ടുണ്ട്. ഇത് 2 പൂവിട്ടിരിക്കുകയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇതാദ്യമായിട്ട് ഉണ്ടായി ചെമ്പരത്തി വേണ്ട, ഇന്ന് ഉണ്ടായിട്ടുള്ളൂ 2 ചെമ്പരത്തി പൂവ്.